നമുക്ക് ഒരു എതിരാളി മാത്രമേയുള്ളൂ. അത് നമ്മുടെ അഹങ്കാരമാണ്. അതിനെ കീഴടക്കുന്നതാണ് ശരിയായ ധീരത. കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ രൗദ്രഭാവത്തിലുള്ള ക്ഷേത്രം ഭാരതത്തിൽ അത്യപൂർവമാണ്. അങ്ങനെയൊരു ക്ഷേത്രം തിരുവനന്തപുരം നഗരത്തിലുണ്ട്. നിരവധി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പേരൂർക്കട പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണത്. ശ്യാമകൃഷ്ണ നീലാംബുജാക്ഷ കൃഷ്ണ എന്നും നീ തന്നെ രക്ഷ കൃഷ്ണ സന്ധ്യാസമീരനാം സൗഭാഗ്യദായക വസുദേവദേവ കൃഷ്ണ എന്റെ വനമാലിയായ കൃഷ്ണ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് നിന്ന് 8 കിലോമീറ്റർ വടക്ക് കിഴക്ക് മാറിയാണ് പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. പേരൂർ ശ്രീകൃഷ്ണസ്വാമിയുടെ ചൈതന്യ സാന്നിധ്യം കൊണ്ടാണ് ഈ പ്രദേശത്തിന് പേരൂർക്കട എന്ന സ്ഥലനാമം ലഭിച്ചതെന്നും പറയപ്പെടുന്നു. നാലമ്പലം, നമസ്കാര മണ്ഡപം തുടങ്ങി കേരളീയ ശൈലിയിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മിതി. പുരാണങ്ങളിലും മറ്റും പ്രതിപാദിക്കുന്ന സംഭവങ്ങളെ ശില്പങ്ങളിലൂടെയും മറ്റും ക്ഷേത്രത്തിനുള്ളിൽ ചിത്രീകരിച്ചിരിക്കുന്നത് നടന്നു കാണാൻ ഏറെയുണ്ട് ഈ ക്ഷേത്രത്തിനുള്ളിൽ. മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളും വിഗ്രഹങ്ങളായി കൊത്തിവെച്ചിട്ടുണ്ട്. പാർത്ഥസാരഥി സങ്കല്പമാണ് ഇവിടെ ഭഗവാന്. അതുകൊണ്ട് തന്നെ തെക്കൻ തിരുവിതാംകൂറിലെ ഗുരുവായൂർ എന്നും പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അറിയപ്പെടുന്നു. പഴമക്കാർ പേരത്തികോവിൽ എന്നും വിളിച്ചിരുന്നു. ശാന്ത കൈവല്യ ഭാവ കൃഷ്ണ പാഹി കൃഷ്ണ ഭക്ത പരിപാലനാഥ കൃഷ്ണ നാരായണീയ കൃഷ്ണ നന്മയേകേണമെന്റെ കൃഷ്ണ മുരളീ മുകുന്ദ കൃഷ്ണ. പ്രധാന മൂർത്തി ചതുർബാഹു രൂപത്തിലുള്ള മഹാവിഷ്ണുവാണ്. ചതുർബാഹുവായ ഭഗവാൻ സുദർശന ചക്രം ധരിച്ച് രൗദ്രഭാവത്തിലുമാണ്. ധൃതി വെച്ച് ഭഗവാനെ വണങ്ങുകയോ പ്രദക്ഷിണം ചെയ്യുകയോ അരുതെന്ന ചിട്ട ഇവിടെ എത്തുന്ന ഭക്തർ പാലിച്ചു പോരുന്നു. ഭഗവാൻ എല്ലാവരെയും പരീക്ഷിക്കുന്ന, അതായത് കൃഷ്ണ എന്ന് പറയുന്ന കൃ എന്ന് തന്നെ നമ്മളെ ആകർഷിക്കുക. കൃഷ്ണ എന്ന് പറയുമ്പോൾ ആനന്ദതര നമ്മളെ ആകർഷിക്കുമ്പോൾ തന്നെ പല അനുഭവങ്ങളും ഓരോരുത്തർക്ക് കൊടുത്തു എന്നാണ് എൻ്റെ പല ആൾക്കാർക്ക് അത് ഉണ്ടായിട്ടുമുണ്ട് ആ അനുഭവം. ക്ഷേത്രത്തിന്റെ ദൈനംദിന കാര്യങ്ങളെല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലും ഭക്തരുടെ കൂട്ടായ്മയിലുമാണ് നടന്നുവരുന്നത്. പേരൂർ ശ്രീകൃഷ്ണ ഭഗവാനെ ദർശിക്കുന്നതിലൂടെ ജീവിതത്തിൽ സൗഭാഗ്യവും ഐശ്വര്യവും വന്നു ചേരുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. വൃത്താകൃതിയിൽ കിഴക്കോട്ട് ദർശനമായിട്ടാണ് ശ്രീകോവിൽ. മുന്നിലുള്ള നമസ്കാര മണ്ഡപത്തിന്റെ മച്ച് ദാരുനിർമ്മിതമാണ്. ശ്രീകോവിലിന്റെ തെക്കുഭാഗത്ത് കിഴക്ക് ദർശനമായി ദക്ഷിണാമൂർത്തിയുടെ വിഗ്രഹം, കന്നിമൂലയിൽ ഭഗവതിയും, ശ്രീകോവിലിന് പുറത്ത് ചുറ്റുമതിലിനകത്ത് പടിഞ്ഞാറ് ദർശനമായി ശ്രീ മുരുകനും, കന്നിക്കോണിൽ ഗണപതിയും, അതിനു പുറകിലായി നാഗരാജ നാഗയക്ഷിയും ഉപദേവതകളായി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നു. സ്വർണ്ണ കൊടിമരവും നാഗവിളക്കുകളും ക്ഷേത്രത്തിലെത്തുന്നവരുടെ ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. ഗണപതി ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് തൊട്ടു വടക്കുഭാഗത്ത് ആൽത്തറയുണ്ട്. മാടസ്വാമിയും യക്ഷിയമ്മയുമാണ് അവിടുത്തെ പ്രതിഷ്ഠകൾ. തിരുവനന്തപുരം നഗരത്തിൽ നവഗ്രഹ പ്രതിഷ്ഠകളുള്ള അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം.
നെടുമങ്ങാട് പേരകത്താഴി രാജകുടുംബമാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചതെന്നും അങ്ങനെയാണ് പേരൂർ എന്ന നാമം ലഭിച്ചതെന്നും ഒരു വിശ്വാസമുണ്ട്. വനമായിരുന്ന ഈ സ്ഥലത്ത് വനദുർഗയായിരുന്നു പൂജിച്ചിരുന്നത്. ദുർമന്ത്രവാദങ്ങൾ കൊണ്ട് വനദുർഗയ്ക്ക് കാലക്രമേണ രൗദ്രഭാവം വന്നു ചേർന്നു. ഒടുവിൽ കുമരകം മഠം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ നടന്ന പ്രശ്നവിധിയിൽ ദുർമന്ത്രവാദത്തിന്റെ ദോഷമകറ്റാൻ രൗദ്രഭാവത്തിലുള്ള വിഷ്ണുവിനെ പ്രതിഷ്ഠിക്കണമെന്ന് തെളിഞ്ഞു. വിഗ്രഹത്തിനുള്ള നിർമ്മാണം പലപ്പോഴും തടസ്സപ്പെടുന്നതിനിടെ രാജാവിന് സ്വപ്ന ദർശനമുണ്ടായി. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ ഒരു ക്ഷേത്ര പ്രതിഷ്ഠയ്ക്കായി ഭഗവാന്റെ വിഗ്രഹം തയ്യാറായിട്ടുണ്ടെന്നും അതിവിടെ പ്രതിഷ്ഠിക്കണം എന്നുമായിരുന്നു സ്വപ്നം. അവിടെ ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാൻ തയ്യാറാക്കിയ വിഗ്രഹം ക്ഷേത്രം നിർമ്മിക്കുന്നതിലെ കാലതാമസം കൊണ്ട് മാറ്റിവച്ചിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഭാരതത്തിൽ തന്നെ അത്യപൂർവമായ രൗദ്രഭാവത്തിലുള്ള ഭഗവാന്റെ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചത്. അതോടെ വനദുർഗ ശാന്തസ്വരൂപിണിയായി എന്നാണ് സങ്കല്പം. കൃഷ്ണ നന്മയേകേണമെന്റെ കൃഷ്ണ മുരളീ മുകുന്ദ കൃഷ്ണ മൂന്നു ലോകങ്ങൾക്കുടയ കൃഷ്ണ ഗോവിന്ദ ഗോപനാം വേദാന്ത വല്ലഭ ഗുരുവായൂർ കുഞ്ഞു കൃഷ്ണ എന്റെ ഗുരുവാ. മറ്റൊരു ഐതിഹ്യം തിരുവിതാംകൂർ രാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ടതാണ്. മാർത്താണ്ഡവർമ്മയുടെ നാശത്തിനായി എട്ടുവീട്ടിൽ പിള്ളമാർ ഉഗ്രമൂർത്തിയായ മണ്ണടി ദേവിയെ ഇവിടെ ആവാഹിച്ച് ദുർമന്ത്രവാദം നടത്തി. ഈ വിവരം രാജാവ് അറിഞ്ഞു. ആഭിചാരക്രിയയിൽ നിന്ന് പരിഹാരമായി മാർത്താണ്ഡവർമ്മ പേരൂരിലെത്തി ശുദ്ധീകരിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും ദുർഗാദേവിയുടെയും പ്രതിഷ്ഠ നടത്തിയെന്നും വിശ്വസിച്ചു പോരുന്നു. കുരുക്ഷേത്ര യുദ്ധസമയത്ത് ദർശനം നൽകിയ വിശ്വരൂപ ഭാവത്തിലാണ് ഭഗവാന്റെ പ്രതിഷ്ഠ. പിൽക്കാലത്ത് മഹാവിഷ്ണുവിന്റെ രൗദ്രഭാവം കുറയ്ക്കാനായി ദക്ഷിണാമൂർത്തിയെ ശ്രീകോവിലിനരികെ പ്രതിഷ്ഠിക്കുകയായിരുന്നു. ജയ കൃഷ്ണ ഹരേ. ആനന്ദലോല കൃഷ്ണ എന്റെ ശ്രീനന്ദ ബാലകൃഷ്ണ കാത്തരുളീടു കൃഷ്ണ കണി കണ്ടൊരൻ ശ്യാമകൃഷ്ണ നീലാംബുജാക്ഷ കൃഷ്ണ എന്നും നീ തന്നെ രക്ഷ കൃഷ്ണ. ഭക്തരുടെയും രാജാധികാരികളുടെയും അവഗണന കാരണം ഏറെക്കാലം പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ജീർണാവസ്ഥയിലായിരുന്നു. തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് ഒരു വിളിപ്പാട് മാത്രം അകലമുള്ള ഈ ക്ഷേത്രം ഒടുവിൽ ജീർണോദ്ധാരണം നടത്തിയത് 1885 ഭരണമേറ്റെടുത്ത ശ്രീമൂലം തിരുനാൾ മഹാരാജാവാണ്. രാജാവിന് ലഭിച്ച ഒരു സ്വപ്ന ദർശനത്തെ തുടർന്നാണ് അദ്ദേഹം ക്ഷേത്രത്തെ പുനരുദ്ധരിപ്പിച്ചത്. അതോടെ രാജ്യത്തിന്റെ സംഭവിച്ചുകൊണ്ടിരുന്ന ചില അനിഷ്ടങ്ങൾ മാറിക്കിട്ടി എന്നാണ് വിശ്വാസം. ഇതിനുശേഷം മുടങ്ങാതെ മഹാരാജാവ് കുടുംബസമേതം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി ഭഗവാനെ വണങ്ങുന്ന പതിവുണ്ടായിരുന്നു. ക്ഷേത്രവുമായുള്ള ആത്മീയ ബന്ധം കൊട്ടാരത്തിലെ പിന്മുറക്കാർ ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്നുണ്ട്. വൈഷ്ണവ പൂജകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദിവസവും 5 പൂജകൾ ഇവിടെ നടത്തിവരുന്നു. മീനമാസത്തിലെ രോഹിണി ആറാട്ടായി 10 ദിവസം ഉത്സവം നടത്തിവരുന്നു. ആറാട്ട് ശാസ്തമംഗലം ക്ഷേത്രത്തിന് മുന്നിൽ കിള്ളിയാറിലാണ് നടക്കുന്നത്. ചിങ്ങമാസത്തിലെ ശ്രീകൃഷ്ണ ജയന്തിയും സമുചിതം ആഘോഷിച്ചു വരുന്നു. പേരൂർ ക്ഷേത്രത്തിൽ വാണരുളുന്ന ഭഗവാൻ ക്ഷിപ്രകോപി എന്നാണ് സങ്കല്പം. അതേസമയം ക്ഷിപ്രപ്രസാദിയുമാണ്. ഭക്തരുടെ പ്രാർത്ഥനാ നിവേദ്യങ്ങൾക്ക് വരപ്രസാദം നൽകി ഭഗവാൻ അവരെ അനുഗ്രഹിക്കുന്നു. ഒപ്പം ജീവിത പ്രതിസന്ധികളിൽ പതറി നിൽക്കുന്നവരുടെ മുന്നിൽ പാർത്ഥസാരഥിയായി എത്തി ഭക്തരെ മുക്തിമാർഗത്തിലേക്കും ഭഗവാൻ നയിക്കുന്നു. ഗോവിന്ദ ഗോപനാം വേദാന്ത വല്ലഭ
ഗുരുവായ ഗാന കൃഷ്ണ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. മനസ്സ് ആകാശം പോലെ വിശാലവും ഭൂമി പോലെ ക്ഷമയുള്ളതും ജലം പോലെ ആർദ്രവും അഗ്നി പോലെ പ്രകാശിക്കുന്നതും വായു പോലെ ആശ്വാസം പകരാൻ കഴിവുള്ളതുമാക്കി മാറ്റുക. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.